നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാൻ ഇട്ട മുടി കറക്കാനുള്ള ഒരു ഹെയർ ഡൈയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്കൊന്ന് ഗീതയാന്ന് തോന്നുന്നു വന്നേച്ച് പറഞ്ഞു ഞാൻ ആ ഓയിൽ പുരട്ടി എൻ്റെ മുടി കറുത്ത് തുടങ്ങി. അപ്പോൾ ഇത് ട്രൈ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ ഒത്തിരി കമൻറ്റ് വന്നു കേട്ടോ. ഒരു ദേവി, പിന്നെ ആരായിരുന്നു, ബിനു, കൊച്ചുമോനാന്ന് തോന്നുന്നു, കൊച്ചുമോനോ കൊച്ചുമോളോ, അങ്ങനെ കുറേ പേരുടെ കമൻറ്റ് വന്നായിരുന്നു. എവിടെയാണ് ഈ ഓയിൽ മേടിക്കാൻ കിട്ടുന്നത്, ഇത് എവിടെ നിന്നാണ് മേടിച്ചത്, ഇത് ഏത് കടയിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിനെല്ലാം താഴെ ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. ഇത് കടയിൽ മേടിക്കാൻ കിട്ടുന്നതല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു എണ്ണയാണെന്നുള്ളത്. ഞാൻ അതിൻ്റെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ തലയിൽ കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞാനത് വീഡിയോയിലൂടെ ചെയ്തായിരുന്നു. അപ്പോൾ എന്നോട് ഒരാൾ നേരത്തെ പറഞ്ഞാണ്, എൻ്റെ ഒരു ഫ്രണ്ടിന് അത് തേച്ച് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് റിസൾട്ട്, പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് നിങ്ങളിലേക്ക് കൂടെ എത്തിച്ചത്. അപ്പം ആ എണ്ണയെന്ന് പറഞ്ഞാൽ നമുക്ക് മുടി നരച്ച് തുടങ്ങുന്നവർക്കെല്ലാം പുരട്ടാൻ നല്ലതാണ്. യാതൊരു കെമിക്കലും അതിനകത്ത് ചേർന്നിട്ടില്ല. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ചേർന്നേക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഇന്ന് ഒന്നും കൂടെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നവർ ചിലർ ഈ വീഡിയോയുടെ ഈ എണ്ണ ഉണ്ടാക്കുന്നതിനകത്ത് വന്നിച്ച് പറഞ്ഞിട്ടുണ്ട് എണ്ണയ്ക്ക് ചുമപ്പ് കളറാണ്, കറുപ്പ് കളർ വന്നിട്ടില്ല എന്ന്. അതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കുന്ന പൊടിയുടെ അളവ് വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഒന്ന്. അല്ലെങ്കിൽ നല്ല പൊടിയായിരിക്കത്തില്ല, പന്നലായിരിക്കും. നമുക്ക് നെല്ലിക്കാപ്പൊടിയാണെന്ന് പറഞ്ഞ് കിട്ടും, പിന്നെ ഇൻഡിക്ക പൗഡറാണെന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ അത് കെമിക്കൽ ചേർന്നതോ അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും ഇലകളൊക്കെ ചേരുന്നതുകൊണ്ടായിരിക്കാം അതങ്ങനെ വരുന്നത്. നല്ല സാധനം നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടും. നല്ല അങ്ങാടിക്കടയിൽ ചെന്നേച്ച് പറഞ്ഞാൽ മതി ഇങ്ങനെ എണ്ണയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവർ നല്ല പൊടി തന്നെ തരും, നല്ല കമ്പനിയുടെ. ഞാൻ വനശ്രീയുടെയാണ് എടുക്കുന്നത് കേട്ടോ. വനശ്രീയുടെ പൊടിക്ക് നല്ല ഒറിജിനൽ പൊടിയാണ്, നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ല. ഞാൻ എണ്ണ ഉണ്ടാക്കി, പിന്നെ നമ്മൾ ഈ എണ്ണയെന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ളതായിട്ട് ഉണ്ടാക്കി വെക്കാം. ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കേണ്ട, ഒരാഴ്ചത്തേക്ക് ഏറ്റവും ഉണ്ടാക്കുക. ഒരാഴ്ചത്തേക്ക് വേണ്ടി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കാം. അത് തീർന്നു കഴിയുമ്പോൾ പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ വെച്ചാൽ ഞാൻ ദിവസവും പുരട്ടാറില്ല. ദിവസം പുരട്ടാത്തതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. എണ്ണ തല ഇങ്ങനെ പുരട്ടി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും മുഖം നിറച്ച് കുരുക്കൾ അങ്ങോട്ടാകാൻ തുടങ്ങും. ആ വരുന്ന കുരുവിന് ഭയങ്കര വേദനയാണ് മുഖത്ത് വരുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും പുരട്ടാറില്ല. പിന്നെ ഇത് പുരട്ടി കഴിച്ച് ഷാമ്പൂ ഇട്ട് കഴുകാതിരിക്കുക. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ താളി ഇട്ട് കഴുകുന്ന ഏറ്റവും നല്ലതാണ്. താളിപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ തലയിൽ തേച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക. അപ്പം നമ്മുടെ കൈയുടെ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ കറുപ്പ് കളർ വരും കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ അന്നേരം തന്നെ സോപ്പിട്ട് കഴുകാന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടിക്കോളും. അത് കൈക്കകത്ത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക, കഴുകിക്കളയുക, അന്നേരം പൊക്കോളും. ഈ ഒരു അരമണിക്കൂർ തലയിൽ വെച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഒരു 2 മിനിറ്റിൽ നമ്മളൊന്ന് മുടി നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് സ്കാൽപ്പിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് മുടിയിലും കൂടെ തേച്ചെടുക്കുക. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ പൗഡർ അലർജി ഉള്ളവർ പുരട്ടാതിരിക്കുക. കാര്യം എന്നു വെച്ചാൽ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻഡിഗോ പൗഡർ ഇട്ട് അലർജി ഉള്ളവർ പുരട്ടി കഴിഞ്ഞാൽ തലയ്ക്ക് ചൊറിച്ചിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുക. അല്ലാത്തവർ മാത്രം ഇത് ഉപയോഗിക്കുക. ഞാനിത് ഒരുപാട് വിശദമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിത് കുറേ പ്രാവശ്യം എണ്ണയുടെ ഇത് ചെയ്തു. പക്ഷേ വീണ്ടും അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഞാൻ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾ ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനോട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആദ്യം കണ്ടേച്ച് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഞാനപ്പം ഇതിനകത്തേക്ക് ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്നിലൊരു പാത്രം എടുക്കുക കേട്ടോ. ഒരു സ്റ്റീലിൻ്റെ പാത്രം വേണം എടുക്കാനായിട്ട്. സ്റ്റീലിൻ്റെ ആണ് നല്ലത്. എന്നിട്ട് വേണ്ട ഒരു സ്പൂൺ നിറച്ചും വേണ്ട, ഈ ചെറിയ സ്പൂൺ. ഞാൻ ഇപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ചാണ് വേണ്ടത്. ഒരു സ്പൂൺ, ഈ ഒരു കൊച്ചു സ്പൂണാണ്, ഒരു സ്പൂൺ പൊടിയാണ് എടുത്തേക്കുന്നത്. അതേ അളവിൽ തന്നെ നമ്മൾ ഇൻഡിഗോ പൗഡറും കൂടി എടുക്കുക. ഇതുപോലെ ഒരു സ്പൂണിന് ഇൻഡിഗോ പൗഡറും കൂടി എടുക്കുക. അതുകൊണ്ട് ഞാൻ വനശ്രീയുടെയാണ് എടുത്തേക്കുന്നത്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനാണ് പാക്കറ്റ് കാണിച്ചേക്കുന്നത്. നെല്ലിക്കാപ്പൊടി നമുക്ക് നല്ലത് തന്നെയാണ്, അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചാൽ കിട്ടുന്നത്. അതുകൊണ്ട് അതിൻ്റെ പാക്കറ്റ് കാണിക്കത്തെ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എണ്ണയാണ്. അപ്പോൾ 2 സ്പൂൺ, 1 സ്പൂൺ നെല്ലിക്കാപ്പൊടി, 1 സ്പൂൺ ഇൻഡിഗോ പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഒരു 4 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതേ സ്പൂണിൽ തന്നെ എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് വേണ്ട ഇതുപോലെ തിക്കായിട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെ അത് പൊടി നല്ലപോലെ ഒന്ന് കുഴയാനാണ് ആദ്യം
4 സ്പൂൺ എണ്ണ ഒഴിക്കാനായിട്ട് പറയുന്നത്. ഇത് കണ്ട് ഇതുപോലെ തിക്കായിട്ടാണ് നമുക്കതിൽ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 4 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതേ സ്പൂണിന് തന്നെ ആയിരിക്കണേ. നാല് സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ വേണം എടുക്കാനായിട്ട്. ഓരോരുത്തരും ചോദിക്കാറുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനൊരു ലൂസായിട്ട് നമുക്കിത് കിട്ടി, വെള്ളം പോലെ. ആ തിക്നെസ് ഒക്കെ മാറി നല്ല ലൂസായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഇരിപ്പുണ്ടെണ്ണ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഇതിനകത്ത് ചിലർ ചോദിക്കും കടുകെണ്ണ ചേർക്കാമോ എന്നൊക്കെ ചോദിക്കും. അതൊന്നും ചേർക്കണ്ട കേട്ടോ. നിങ്ങൾ നല്ല വെളിച്ചെണ്ണ മാത്രം അങ്ങ് ചേർത്താൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറയാവേ. ഇതുപോലൊരു പാത്രത്തിൽ, നമ്മളിപ്പോൾ എടുക്കുന്ന പാത്രത്തിനേക്കാൾ ഇച്ചിരി വലിപ്പമുള്ളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അപ്പം നമ്മൾ ഈ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു പകുതിയോളം മുങ്ങിയിരിക്കുന്ന അത്രയും വെള്ളം എടുക്കുക. ഇപ്പം നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ വെള്ളമേ. ഇപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എണ്ണയും നെല്ലിക്കാപ്പൊടി ഇൻഡിഗോ പൗഡറൊക്കെ നമ്മൾ ചേർത്തെടുത്തേക്കുന്നില്ലേ, ആ ഇതൊന്ന് അതിലേക്കൊരു പകുതിയോളം ഇറക്കി വെക്കുക. എന്നിട്ട് ഇതെൻ്റെ കയ്യിലിരിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ പനിക്കൂർക്കയിലയാണ്. അപ്പോൾ ഈ നെല്ലിക്കാപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് തണുപ്പല്ലേ, നീര് വീഴ്ചയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിനകത്തേക്കൊരു പനിക്കൂർക്ക ഇലയും കൂടെ ഒന്ന് വേണ്ട ഇതുപോലെ ഒന്ന് ഒരലയപ്പം ഞാൻ എടുത്തേക്കുന്നത്. എണ്ണ കുറവല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരല എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് പൊടിച്ച് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് അങ്ങ് ഇളക്കിയെടുക്കുക. അപ്പം ഈ പനിക്കൂർക്കയിലയാണെങ്കിലും നമ്മുടെ മുടി പൊഴിയാനും മുടി കറക്കാനും ഒക്കെ നല്ലതാണ്. മുടി പൊഴിച്ചതെല്ലാം എല്ലാത്തിനും നല്ലതാണ്, പക്ഷെ മുടി കറക്കാനാണ് ഒന്നും കൂടെ പനിക്കൂർക്കയില നല്ലത്. അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്ത് നമ്മൾ തിളപ്പിക്കേണ്ട, നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലപോലെ ചൂടാകുമ്പം നമുക്കറിയാം അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ആവി വരും. തിളക്കേണ്ട. നമ്മളിങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻഡിഗോ പൗഡർ ചൂടാക്കരുത്. ചൂടാക്കി അതിൻ്റെ ഗുണം കിട്ടത്തില്ല. ഇപ്പോൾ ഒരു ചീൻചട്ടിയിലോട്ടിട്ട് നിങ്ങൾ ഉറക്കുക, എന്നാൽ പിന്നെ ഒരു ചീൻചട്ടിയിലോട്ടിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് പൊടി അങ്ങോട്ടിട്ട് അങ്ങനെ എടുത്താൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല കേട്ടോ. അതങ്ങ് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുടി കറുത്ത് കിട്ടത്തില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു കറുപ്പ് കളറായി ആ എണ്ണയ്ക്കങ്ങ് അത് ചൂടാകുന്നതിനനുസരിച്ച്. ഇപ്പം നല്ലപോലെ ഒന്ന് ചൂടായി. ഇപ്പം ഞാനിപ്പോൾ തീരെ കുറച്ചിട്ടേക്കുവാണേ, കാര്യം വെള്ളം നല്ലപോലെ തിളയ്ക്കുന്ന ഒരിതായിരുന്നു. അപ്പം നമുക്ക് ആ ചൂടിലൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തെടുക്കാം. തിളയ്ക്കണ്ട കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നു, തിളയ്ക്കണ്ട. എന്നോട് ഒന്ന് ഒത്തിരി പേര് ചോദിച്ചു തിളപ്പിച്ചെടുക്കണമെന്നൊക്കെ ചോദിച്ചു. തിളയ്ക്കണ്ട, നല്ലപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഇച്ചിരി ആയതുകൊണ്ടാണ് കേട്ടോ ഒരല ഇട്ടേക്കുന്നത്. നമ്മളിപ്പോൾ ഒത്തിരി മുടിയൊക്കെ ഉള്ളവർക്ക് ഒത്തിരി കൂടുതൽ അവരെടുക്കുമല്ലോ, എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഫുള്ള് തണ്ടങ്ങ് ഇട്ടേരും കേട്ടോ. ഇത്രയും ഒരു 3-4 ഇല അതിനകത്തിട്ടങ്ങ് ഞെരടി അങ്ങിട്ടാൽ മതി. ഇതിപ്പോൾ നല്ലപോലെ ചൂടായി കേട്ടോ. ഇതുണ്ട്, ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിനി തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് തണുക്കട്ടെ. ഇപ്പം നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ല, ചൂടായിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ എണ്ണയുടെ ചൂടൊക്കെ ആറി കേട്ടോ. ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇത് ഇപ്പം ഒരു ചെറിയ കറുപ്പാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇത് ഓരോ ദിവസം കഴിയുന്നതും ഇത് ഭയങ്കര കറുപ്പായിട്ട് വരും. കാര്യം ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് എണ്ണയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ടിന്നിനകത്താണ്, ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ ടിന്നിനകത്താണ് ഇടുന്നതെന്ന് ഒഴിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നതിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇങ്ങനെ നല്ല ഇതിൻ്റെ മട്ട അടിയിലോട്ട് അങ്ങ് അടിയും. ഈ പൊടിയെല്ലാം കൂടി എണ്ണയുടെ അടിയിലോട്ട് അടിഞ്ഞ് എണ്ണ തെളിഞ്ഞ് കിടക്കും. അപ്പോൾ അങ്ങനെയല്ല നമുക്കിത് വേണ്ടത്. ഇത് കണ്ടോ, നല്ല കറുപ്പ് കളറിൽ കണ്ടോ. ഈ കറുപ്പ് കളറാണ് നമ്മുടെ തലമുടിയിലോട്ട് തേച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇത് തേച്ചവർ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവർക്ക് കിളിർത്ത് വരുന്ന മുടി പിന്നെയും കറുത്ത വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇതും കൂടെ അങ്ങ് ചേർക്കുവാണ്. ഇതിലേക്ക് എങ്ങനെ ചേർത്ത് വെക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഈ എണ്ണയും കൂടെ ചേർത്ത്, നമുക്കിങ്ങനെ കുപ്പി എടുത്ത് കഴുകൊന്നും വേണ്ട കേട്ടോ. ഓരോ പ്രാവശ്യം തീരുമ്പോൾ ഇതുപോലൊരു കുപ്പിക്കകത്തോട്ട് തന്നെ വീണ്ടും എടുത്താൽ മതി. കഴുകൊന്നും വേണ്ട. പിന്നെ നമ്മളല്ലേ നല്ല പൊടി നോക്കി എടുക്കുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ല കറുപ്പ് കിട്ടത്തില്ല. നെല്ലിക്കാപ്പൊടിയൊക്കെ പന്നൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ ചുമപ്പ് കളറൊക്കെ കിട്ടുന്നത് കുറേ കഴിയുമ്പോഴേ. പക്ഷേ നല്ല ഇൻഡിഗോ പൗഡർ കിട്ടി, നല്ല നെല്ലിക്കാപ്പൊടിയും കൊണ്ട് ചെയ്തവർക്കെല്ലാം റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കാച്ചെണ്ണയ്ക്കകത്ത് ഇത് എടുക്കുന്നുണ്ട് കുഴപ്പമുണ്ടെന്ന്. കാച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരുപാട് സാധനങ്ങളിട്ട് കാച്ചി എടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ എനിക്കൊന്ന് നിങ്ങൾക്കൊക്കെ ചിലർക്ക് കാച്ചെണ്ണയെ പിടിക്കത്തുള്ളായിരിക്കും. പക്ഷേ അതിന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു.
കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല, അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചേർത്ത്. ഇതിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും ഇൻഡിഗോ പൗഡറും നെല്ലിക്കാപ്പൊടി പിന്നെ ഞാൻ ഒരിച്ചിരി പനിക്കൂർക്കയിലയും മാത്രമേ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തില്ല. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും കടുകെണ്ണ ചെറിയ ഇതെടുക്കാൻ പറ്റുമെന്ന്. എനിക്കറിയില്ല കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊന്നും ഒരു ഉറപ്പ് പറയുന്നില്ല. കാര്യം ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിലല്ലേ എനിക്കതൊക്കെ ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പില്ലാത്ത കാര്യം ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറയും നിങ്ങൾ ചെയ്ത് നോക്ക് എന്ന് പറയുന്ന, അതുകൊണ്ടാണ് കമൻറ്റിൽ മറുപടി തരുന്നത്. അപ്പോൾ നിങ്ങളത് ചിലർക്ക് കടുകെണ്ണയായിരിക്കും തലയിൽ തേക്കാൻ പിടിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പുരട്ടി നോക്കുക. റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. അങ്ങനെയുള്ള എണ്ണയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ നിങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയാൽ 100% നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും. അത് 1-2 ദിവസം കൊണ്ട് കിട്ടുന്നതായിരിക്കത്തില്ലായിരിക്കും. ചിലപ്പോൾ ഒരു മാസം നിങ്ങൾ സ്ഥിരമായിട്ട് പരട്ടി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ തലയിൽ പറ്റുമ്പോഴത്തേക്ക് നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകാതിരിക്കുക, താളിപ്പൊടി ഉപയോഗിക്കുക അല്ലെങ്കിൽ താളി ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത് മുടി കഴുകാനായിട്ട്. ഷാമ്പൂ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഷാമ്പൂ കെമിക്കലാണ്. ഈ കറുപ്പെല്ലാം അടിച്ച് തൂത്തുവാരി അതൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2-3 നാൾ വരുന്നതിന് മുമ്പ് കുറേ പേര് എന്നോട് വീഡിയോ ചോദിച്ചായിരുന്നു ഈ എണ്ണ എവിടെ കിട്ടും, എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഇത് നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കച്ചവടവും എനിക്കില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇത് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെപ്പാട് 2 ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് ഒരു കോൾ വരുന്നത് കഴിഞ്ഞിട്ട് ബാക്കി പറയാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടുത്ത് ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ അതുപോലെ തന്നെ കണ്ണം വന്നു, അതിൻ്റെ സൗണ്ട് ഞെട്ടിപ്പോയി. ഇത് വിളിച്ചു വരണ്ടേ, കഥ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ എണ്ണയെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കുറച്ച് വീട്ടുവിശേഷം, ഞങ്ങളൊന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ആദ്യം കാണിച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പലരും എന്നെ ഒരുപാട് ഇതൊക്കെ പറയുന്നുണ്ടെന്നേ. ആരാണ്ട് ഈയിടയ്ക്ക് എന്നോട് പറഞ്ഞു ഈ വെജിറ്റബിൾ കറി വെച്ചാലേ മുടി ഇത് പുരട്ടാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. നിങ്ങൾ കറി വെക്കുന്നതിന് നമ്മളെല്ലാം കൂടെ ചേർന്നൊരു വീഡിയോസൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. വീട്ടിലെ വിശേഷങ്ങളല്ല, ഞങ്ങൾ പുറത്ത് പോകുന്ന ചെറിയ വീഡിയോ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും നോക്കാട്ടോ. ഇത് ഓരോ ദിവസം കഴിയുന്നതോറും നല്ല കറുപ്പായിട്ട് വരും. നിങ്ങളത് ഇങ്ങനെ ഇളക്കി വേണം തലയിൽ പറ്റാനായിട്ട്, അല്ലാതെ മണ്ടയ്ക്കുന്ന എണ്ണ മാത്രമായിട്ട് എടുത്ത് പറ്റല്ലേ കേട്ടോ. ഒരു ചെറിയ തരിതരിപ്പ് പോലെ കാണും കേട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല, കഴുകുമ്പോൾ അങ്ങ് പൊക്കോളും. നമ്മൾ കുറച്ച് ദിവസം നിങ്ങൾ പറ്റി ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയ എണ്ണയാണ് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് പുരട്ടി മുടി കറുത്ത് തുടങ്ങി എന്നും പറഞ്ഞിട്ട്. നമ്മുടെ ഒരു അമ്മുവാണ് ആദ്യം എനിക്ക് വീഡിയോയിലൂടെ കമൻറ്റ് ഇടുന്നത്. ചേച്ചി, അമ്മുവിൻ്റെ ഹസ്ബൻഡ്, ഇത് പിന്നെ എല്ലാവരും ഉണ്ട് ചോദിക്കാറുണ്ട്, മീശയെ പരട്ടാൻ കൊള്ളാവോ, താടിയെ പരട്ടാൻ കൊള്ളാം. ഉറപ്പായിട്ടും പരട്ടാൻ കൊള്ളാം കേട്ടോ. മീശയിലും താടിയിലും ഒക്കെ പരട്ടാൻ കൊള്ളാം. നമ്മൾ എത്രയോ പേരുണ്ട് എണ്ണ ചുമ്മാ മീശയിലും താടിയിലൊക്കെ പരട്ടില്ലേ, അതുപോലെ പരട്ടാൻ നമുക്ക്. അതിന് കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ നിങ്ങൾ എനിക്കൊന്ന് ഇങ്ങനെ ഇളക്കാതെടുത്ത് പറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാര്യം ഇതിൻ്റെ പൊടി പോലെ കാണും. അത് മീശയിലും മുഖത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഇങ്ങനെ എടുത്തേച്ച് വെച്ച് കഴിഞ്ഞാൽ മേളിൽ എണ്ണ തെളിഞ്ഞു വന്നേക്കാം. അപ്പോൾ ആ എണ്ണ കയ്യിലെടുത്തതിന് ശേഷം, ആ എണ്ണയ്ക്ക് നല്ല കറുപ്പാണ്, ആ എണ്ണ തേക്കുക. ഇച്ചിരി താമസം വരുമായിരിക്കും, പക്ഷേ ഈ പൊടിയോട് കൂടി കലക്കി നമ്മുടെ തലയിൽ തേക്കുക. അതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടേച്ച് നമുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേച്ച് പോണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി വിശേഷങ്ങളോടെ കണ്ടേച്ച് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ നേരം ഞങ്ങൾ ചെറിയൊരു പുറത്തോട്ട് ഇറങ്ങുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, അതിന് വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ എവിടെയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് വീഡിയോയിലൂടെ കാണിക്കാവേ. ഞാൻ മാത്രമല്ല, ചേട്ടനുണ്ട്, അച്ചുണ്ട്. കണ്ണനെ വിളിക്കാറാകുമ്പോഴത്തേക്ക് നമ്മൾ വരുമോ? നല്ല തിരക്കുന്നേ, ഭയങ്കര തിരക്ക് റോഡിലല്ലോ. ഞങ്ങളിപ്പോൾ വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് 2-3 കടകളൊക്കെ ഇറങ്ങുന്നത്, അതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വരുന്നത് ബ്യൂട്ടിയിലായിരുന്നേ. അപ്പോൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇട്ടിപ്പാറയുള്ള കടയാണ്. അവിടെ നമ്മൾ വന്നാൽ എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. വേറെ എവിടെ നിർത്താലും എനിക്കൊരു തൃപ്തിയാണ് കേട്ടോ. ഇവിടെ നിർത്താൻ എനിക്കൊരു സന്തോഷമാണ്, അതൊരു തൃപ്തിയാണ് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടി വന്ന് എനിക്കൊരു ടോപ്പൊക്കെ എടുക്കണമായിരുന്നു. അതിന് പിന്നെ അച്ഛനും 2 ടോപ്പൊക്കെ എടുത്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യമുള്ളതൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത്, എനിക്ക് അച്ഛനും മാത്രം എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ എടുത്ത് ഒത്തിരി നാളായിരുന്നു എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടോപ്പ് എടുത്ത് വെച്ച്, ഇവർ അച്ഛനും മക്കളൊക്കെ ഇടയ്ക്കൊക്കെ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അച്ഛനും ഇടയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾക്കും എൻ്റെ കൂടെ 2 ടോപ്പും കൂടെ അവൾ കൂടെ എടുത്ത്
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടോപ്പിൽ നിന്ന് നമുക്കൊരു ഫ്രോക്കൊക്കെയാണ് എടുത്തത്. അവിടുന്ന് ഞങ്ങൾ നേരെ കോളേജമ്പുറത്ത് നിന്ന് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നേ. അപ്പോൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇനി ആ കണ്ണനെ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട്. വേണ്ടതൊക്കെ അച്ഛൻ വലിച്ചേരി എടുത്തിട്ടുണ്ട്.